ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് പോളോ ടൈപ്പ് 3 ഇമ്പോർട്ടഡ് ബമ്പർ കിറ്റ് എങ്ങനെ അസംബിൾ ചെയ്യാന്നുള്ളതാണ്. ഫ്രണ്ട് ബമ്പറിൻ്റെ ഇൻസൈഡിൽ നിന്നാണ് ഫിറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഫോഗ് ലാമ്പ് ബ്രാക്കറ്റ്, അത് ഡയറക്റ്റ് പ്രസ് ചെയ്ത്, അതായത് ക്ലിപ്പുകളാണ് കംപ്ലീറ്റ്. ക്ലിപ്പുകളെല്ലാം കറക്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ് ബ്രാക്കറ്റ് കറക്റ്റായിട്ട് ഫിറ്റായിരിക്കും. അതിന് ഒരു സ്ക്രൂ വരും. സ്ക്രൂ ബോർഡ് നമുക്കിതിൽ കാണാവുന്നതാണ്. വേറെ ഫിറ്റിങ്സ് ഒന്നും ഇല്ല. ഇത് രണ്ട് സൈഡ് ബ്രാക്കറ്റുകൾക്കും വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് പൊസിഷനിൽ കൃത്യമായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ലോക്ക് ചെയ്യാൻ. അതിൻ്റെ ലോക്കുകൾ വളഞ്ഞോ തിരിഞ്ഞോ ഇരുന്നാൽ അത് ഫിറ്റാവില്ല. കൃത്യമായിട്ട് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യണം, വീഡിയോയിൽ കാണുന്നത് പോലെ. അടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ബമ്പറിൻ്റെ സൈഡിലുള്ള ലിപ്പുകളാണ്. ലിപ്പുകൾ ബമ്പറിൻ്റെ അടിയിലുള്ള സ്പ്ലാഷ് ഗാർഡും ഈ ഫോഗ് ലാമ്പ് ബ്രാക്കറ്റും തമ്മിലൊരു കണക്ഷൻ വരും. അതുകൊണ്ട് ക്ലിപ്പ് കൃത്യമായിട്ട് എല്ലാ ലോക്കുകളും കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തണം. അത് സൈഡുകൾക്കും വ്യത്യാസമുണ്ട്. ലോക്കുകളെല്ലാം കറക്റ്റായി വീണ് കഴിഞ്ഞാൽ മാത്രമാണ് അണ്ടർ സ്പ്ലാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യുമ്പോൾ പൊസിഷൻ കറക്റ്റ് ആവുള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കൃത്യമായിട്ട് ലോക്ക് ചെയ്യണം, രണ്ട് സൈഡും ഇതുപോലെ. അടുത്തത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അണ്ടർ സ്പ്ലാഷ് ഗാർഡാണ്. അണ്ടർ സ്പ്ലാഷ് ഗാർഡ് ആദ്യം സെൻറ്റർ വശത്തു നിന്ന് നമ്മൾ എല്ലാ ലോക്കുകളും കൃത്യമായിട്ട് ലോക്ക് ചെയ്യുക. കൃത്യമായിട്ട് നമ്മൾ സെൻറ്റർ വശത്തു നിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ സൈഡുകളായിട്ട് ലിപ്പിൻ്റെ ലോക്കും അണ്ടർ സ്പ്ലാഷ് ഗാർഡിൻ്റെ ലോക്കും കൃത്യമായി വെച്ച് പ്രസ് ചെയ്യുക. നല്ല ഹാർഡായിട്ട് പ്രസ് ചെയ്യണം. എല്ലാ ലോക്കുകളും കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ലോക്കായി കഴിഞ്ഞാൽ വളവോ തിരിവോ ഒന്നും പാടില്ല. എല്ലാതും കൃത്യമായിട്ട് നമ്മളിതുപോലെ സൈഡുകളൊക്കെ കൃത്യമായിട്ട് ആ ലോക്കിൻ്റെ ഉള്ളിൽ നല്ല ഹാർഡായിട്ട് അമർത്തി പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം. രണ്ട് സൈഡും നമ്മൾ ലോക്കാക്കിയതിന് ശേഷം ഇങ്ങനെയാണ് അണ്ടർ സ്പ്ലാഷ് ഗാർഡ് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ബമ്പറിൻ്റെ ഗ്രില്ലും അനുബന്ധ പാർട്സുമാണ്. ആദ്യം ടോപ്പ് ക്യാപ്പ് സാധാരണ പോലെ സിമ്പിളായി ലോക്ക് ചെയ്ത് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ലോക്കാവും. പിന്നെ ബമ്പറിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ താഴെ വരുന്ന ബീഡിങ്, അതെല്ലാ ലോക്കുകളും കൃത്യമായിട്ട് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ലോക്ക് കറക്റ്റായിട്ട് വിടും, ഇതുപോലെ. അടുത്ത മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഗ്രില്ലാണ്. ഗ്രില്ലിന് കുറേ ലോക്കുകൾ വരുന്നുണ്ട്. അത് ബമ്പറിലേക്ക് കൃത്യമായി പൊസിഷനിലേക്ക് അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ലോക്കുകൾ കൃത്യമായി ലോക്ക് ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് ലോക്ക് ചെയ്യുക, അതിന് ശേഷം മറു സൈഡ് നമ്മൾ ലോക്ക് ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സൈഡ് ലോക്ക് ചെയ്തു. മുകൾ ഭാഗം ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ താഴെ വശത്ത് നിന്ന് ഒന്ന് വലിച്ച് ലോക്ക് ചെയ്തിടാം. ഗ്രില്ലിൻ്റെ ഏകദേശം ഫിറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ലോക്കുകൾ വീഴാത്തുണ്ട് എന്ന് ശ്രദ്ധിച്ച് അതിനെ പ്രസ് ചെയ്ത് കയറ്റിയിടാം. ലോക്കുകളെല്ലാം ഫിറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ബമ്പറും ഗ്രില്ലും ചേരുന്ന ഭാഗങ്ങളിൽ കറക്റ്റ് അലൈൻമെൻ്റ് അല്ലേ എന്ന് നോക്കണം. കാരണം സെൻട്രൽ ഗ്രില്ല് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനോടനുബന്ധപ്പെട്ട ഫോഗ് ലാമ്പ് കവറും നമുക്ക് ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. നെക്സ്റ്റ് ഫോഗ് ലാമ്പ് കവറും അതിൽ വരുന്ന സ്ട്രിപ്പും. മെയിൻ ബീഡിങ് നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ പെയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. പിന്നെ ഇത് ഡെമോൺസ്ട്രേഷൻ ആയ കാരണം കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഇത് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ലോക്കുകളും കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. ടൈപ്പ് 2 വാഹനമാണെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പ് പഴയത് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇനി എങ്ങനെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫോഗ് ലാമ്പ് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനലിൻ്റെ ഫിറ്റിംഗ് ക്വാളിറ്റി ഇതിനുണ്ടാവില്ല. അപ്പോൾ അലൈൻമെൻറ്റ് കൃത്യമാക്കിയിട്ട് സ്ക്രൂ പൊസിഷനിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് കൃത്യമായിട്ട് സ്ക്രൂ ചെയ്യുക. അതിനുശേഷം ഈ കവറ് എല്ലാ ലോക്ക് പൊസിഷനിലും കറക്റ്റ് വെച്ചതിന് ശേഷം ഗ്രില്ലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് ലോക്ക് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ലോക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മറ്റു ഭാഗങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. അത് അത്യാവശ്യം ഒന്ന് ബലം കൊടുത്ത് പ്രസ് ചെയ്താൽ അപ്പോൾ ഫോഗ് ലാമ്പ് കവറും കൃത്യമായിട്ട് വിടും. ഇനി അതുപോലെ റൈറ്റ് സൈഡിലെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ സ്ക്രൂ ഹോൾ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യുക. കവർ നേരത്തെ കണ്ട പോലെ തന്നെ ലോക്ക് ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് വെച്ച് ഗ്രില്ലിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. അതൊരു സൈഡ് ലോക്കായ കാരണം കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ
നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് മെയിൻ ഗ്രില്ല്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, പഴയ ലോഗോ ഇതുമ്മയ്ക്ക് ഒടിച്ച് കൊടുക്കുക, എന്നിട്ട് ബമ്പറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ മുകളിലാണ് ഇതിൻ്റെ സ്ക്രൂകളൊക്കെ വരുന്നത്, വാഹനത്തിൻ്റെ കേട്ടോ സ്ക്രൂകളൊക്കെ വരുന്നത്. അപ്പോൾ ഫുൾ ബമ്പർ കിറ്റായി. അടുത്തത് നമുക്ക് റിയർ ബമ്പർ ആണ് വരുന്നത്. റിയർ ബമ്പറിൽ ഡിഫ്യൂസറാണ് ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് അലൈൻമെൻറ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ചുമ്മാ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് ലോക്കാവും. മുകൾ വശം നമ്മൾ ആദ്യം പരമാവധി ലോക്കാക്കുക. ലോക്കായതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴ്വശത്തെ ലോക്കുകളെല്ലാം കറക്റ്റാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായി ലോക്ക് വീഴും. അതെല്ലാം ലോക്കായി വീണ് കഴിഞ്ഞാൽ തന്നെയാണ് ഇത് കാഴ്ചയിലൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. ചൈന പാർട്സ് ആയാലും ഫിറ്റിങ്ങൊക്കെ പക്കയാണ്. ഡിഫ്യൂസർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിഫ്ലക്ടറൊക്കെ പൊസിഷനിൽ വെച്ച് ചുമ്മാ പ്രസ് ചെയ്തിട്ടാൽ മതി, അത് കറക്റ്റായി ലോക്കാവും, ഒറിജിനലാണ്. അടുത്തത് വരുന്നത് ഡിഫ്യൂസറിൻ്റെ ക്യാപ്പാണ്. ആ ക്യാപ്പ് ഇതിന് ലോക്കുകളാണെല്ലാം വരുന്നത്, ഇതിനൊന്നും സ്ക്രൂ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോക്കുകളെല്ലാം കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല ഹാർഡായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അതിൽ ലോക്കായി വരുള്ളൂ. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയർ ബമ്പറിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. റിയർ ബമ്പർ ശരിക്കും സെയിം ആസ് ഒറിജിനൽ പോലെയാണ്. ഈ സെൻസർ ഉള്ളവർക്ക് സെൻസർ ഹോൾ ചെയ്യണം, ഇല്ലാത്തവർക്ക് നേരെ ഫിറ്റ് ചെയ്യാം. സെൻസർ മാർക്കിങ് എല്ലാം ഇതിനകത്തുണ്ട്, അപ്പോൾ അത് നമ്മൾ ഹോളടിച്ച് ഫിറ്റ് ചെയ്യണം. ഇത്രയും ഫിറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടും ബാക്കും കൃത്യമായിട്ട് ഫിറ്റിങ് കഴിഞ്ഞു. ഇത് ടൈപ്പ് 1ഉം 2ഉം പോളോ ഡയറക്റ്റ് സൂട്ടബിളാണ്. ഫ്രണ്ടും ബാക്കും ബമ്പർ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും.